വേണ്ടി പശു കന്നുകുട്ടി ശാസ്ത്രീയ പരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് വെറ്റിനറി ഡോക്ടർ അഷ്കർ പള്ളിപ്പുറം പഞ്ചായത്ത് ഹാളിൽ വെച്ച് ക്ലാസ് എടുത്തു. കൃഷി ഓഫീസറും ക്ഷീരകർഷകരും പങ്കെടുത്തു. ഫീൽഡിലെ ടെസ്റ്റിന്റെ പേര് സർഫ് ടെസ്റ്റ്. ഒന്നുമില്ല, നമ്മുടെ സോപ്പ് ഇട്ടിട്ട് പരിശോധിക്കുക. അപ്പം മൃഗാശുപത്രിയിൽ നടത്തുന്ന ടെസ്റ്റിന്റെ പേര് കാലിഫോർണിയ മാസ്റ്റേറ്റ്സ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. മൃഗാശുപത്രി ധാരാളം ഉണ്ട് ആ മരുന്നുകൾ. നമ്മൾ 4 കാമ്പിലെ വെവ്വേറെ പാലും പോകണം. ഒരിക്കലും പിരിച്ചിലുള്ള പാല് പരിശോധിക്കണം. പിരിച്ചിലുള്ള പാലിന് നമ്മൾ സർഫ് ഇട്ട് നോക്കണം. വേണ്ട, നമ്മൾ കണ്ടാലറിയാം അല്ലെ? കണ്ടാലറിയാൻ പറ്റുന്നതിന് ഒരിക്കലും ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കരുത്. പശുവിനെ അകടുവിക്കൊണ്ട് പാലിന് കട്ടകളുണ്ട്, ആൾക്കാരുണ്ട്, അതിൽ കൊണ്ട് മരുന്ന് വെച്ചു കൊടുക്കും. എന്തിനാണ് മരുന്ന് വെച്ച് നോക്കണം? പാടില്ല. കാരണം എന്താ, നമ്മൾ മരുന്ന് വെറുതെ കളയാന്നുള്ളൂ. അത് നമുക്ക് കാഴ്ചയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അകടുവീക്കം മൂലം ഒരു പ്രധാനപ്പെട്ട കാര്യം പാലിന്റെ റീഡിങ് കുറയും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പാലിന്റെ അളവ് ദിനം പ്രതിയൊന്നും കുറയണം. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള, നമ്മൾ വിചാരിക്കണം പാലിന്റെ അളവ് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ തന്നെ പോയിട്ട് മൃഗാശുപത്രി പോയിട്ട് കാൽസ്യപ്പൊടി പിടിക്കും, അല്ലെങ്കിൽ വിരയുടെ മരുന്ന് പിടിച്ചു. ഇപ്പൊ എത്രയാണ് നിങ്ങൾ വിര മരുന്ന് കൊടുക്കണതിന്റെ അളവ് വെക്കാം? എങ്ങനെയാണ് വിരമരുന്ന്? എല്ലാ മാസവും കൊടുക്കണം. എപ്പോഴും ഇഷ്ടംമാതിരി വിരമരുന്ന് കിട്ടാ, ഇഷ്ടംമാതിരി വിരമരുന്ന് കൊടുക്കണ്ട, കൊടുക്കരുത്. വിരമരുന്ന് അനാവശ്യമായിട്ട് കൊടുക്കരുത്. 6 മാസം ഇടവിട്ട് മാത്രം വിരമരുന്ന് കൊടുത്താൽ മതി തള്ളപ്പശുക്കൾക്ക്. അതേപോലെ നമ്മുടെ കിടാവുകൾക്ക് നിങ്ങൾ ഇടയ്ക്കൊരു ചാണകം പരിശോധിച്ച് കൊടുക്കണം, നല്ലതായിരിക്കും. കാരണം പ്രത്യേകിച്ച് ക്ഷീണമുള്ള കിടാവുകൾ. ഈ ആടുകളിലൊക്കെ വിരമരുന്ന് കൊടുക്കണമെങ്കിൽ എല്ലാ വയറിളക്കുള്ളതിന്റെ ചാണകം പരിശോധിച്ചിട്ട് അതിൽ വരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിരമരുന്ന് കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ നോക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളാമ്പിച്ചിരിക്കണേ അങ്ങനെയുള്ള ആടുകൾക്കാണ് വിരയുള്ളത്. അതിന് മാത്രമാണ് നമ്മൾ വിരമരുന്ന് കൊടുക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടുകാർ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൃഗാശുപത്രി കൂടി ഇങ്ങനെ വഴിയടന്ന് പോവുമല്ലോ. അപ്പൊ തന്നെ മൃഗാശുപത്രി അന്ന വിരമരുന്ന് പിടിച്ചു കൊടുത്തേക്കാം. ഇതാണ് നമ്മളെല്ലാവരും ചിന്താഗതി. ഒരിക്കലും അങ്ങനെ ചെയ്യില്ലേ. നമ്മൾ വിരമരുന്നുകളെ സംരക്ഷിക്കണം. വിരമരുന്ന് കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ആരെങ്കിലും അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തു? ശരീരഭാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിരമരുന്ന് കൊടുക്കുന്നത്. ആരെങ്കിലും കൊടുത്തിട്ടില്ല. നിങ്ങളുടെ വീട്ടിലെ പശുവിന്റെ കിടാവിന്റെ ശരീരഭാരം നിങ്ങളുടെ എത്ര പേർക്ക് അറിയാം? അല്ലേ? ഞാൻ അതാണ് ഈ പള്ളിപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ അവിടുത്തെ ആൾക്കാർക്ക് എല്ലാം അറിയുന്ന ആൾക്കാരാ. ഞാൻ വെറുതെ വെറുതെ മോശമല്ല. അവരോട് ഞാൻ വെറുതെ ഇതൊക്കെ ചോദിച്ചു ഞാൻ വെറുതെ ഈസി ആയിട്ട് ഉത്തരം പറയുന്നത്. അപ്പോൾ നമ്മൾ ശരീരഭാരം കണ്ടുപിടിക്കണം. യൂട്യൂബിലൊക്കെ ഇപ്പൊ ഇതില് അതിന്റെ ഫോർമുലയൊക്കെ എങ്ങനെ അളക്കാന്നൊക്കെ കണ്ടുപിടിക്കാം. അത് നോക്കിയിട്ട് ഹൈറ്റ് നോക്കിയിട്ടില്ല, നീളം ഇഞ്ചു നെഞ്ചളവ് കാരണം 660. അങ്ങനെ നോക്കണം. നോക്കി നമ്മൾ ശീലിക്കണം. ശീലിച്ചാണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു കിടാരി, നമ്മുടെ വീട്ടിലെ കിടാരി മതിലക്ഷണം കാണിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് നമ്മളുടെ വീട്ടിലെ പശുവിന്റെ കുഞ്ഞാണ്. ആ പശുവിന്റെ ശരീരഭാരത്തിന്റെ 2/3 ഭാഗം അത് എത്തിയിട്ടും മതിലക്ഷണം കാണിച്ചില്ലെങ്കിലാണ് നമ്മൾ ചികിത്സ ലഭ്യമാക്കുന്നത്. അല്ലാതെ ഇപ്പൊ 2.5 വയസ്സായി 3 വയസ്സായി എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ വീട്ടിലെ പശുവിന്റെ ശരീരഭാരത്തിന്റെ 2/3 ഭാഗം, അതായത് 300 കിലോ ആണ് നമ്മുടെ പശുവുള്ളത്. 300 കിലോ ചുരുങ്ങിയതായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ പല പശുക്കളും 400-450 കിലോ ശരീരഭാരമുണ്ട്. നമ്മളുടെ വീട്ടില് കശാപ്പുകാരൻ വന്ന് പറയണതിന്റെ അളവ് മാത്രമേ നമുക്ക് അറിഞ്ഞുള്ളൂ. ആള് ഇതായത് 150 കിലോ ഇറച്ചി കിട്ടും, അല്ലെങ്കിൽ 100 കിലോ ഇറച്ചി കിട്ടും. നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മുടെ പശുവിന്റെ ശരീരഭാരം 100-150 ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കണം. മറക്കരുത്, അതല്ല. ശരീരഭാരത്തിന്റെ ജീവനോടുള്ള പശുവിന്റെ ശരീരഭാരത്തിന്റെ 45 മുതൽ 50% വരെയാണ് അതിൽ നിന്നുള്ള ഇറച്ചി. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് ശരീരഭാരം കണക്കാക്കാൻ സാധിച്ചാൽ നമ്മളുടെ വീട്ടിൽ വരുന്ന കശാപ്പുകാരോട് നമുക്ക് പറയാൻ സാധിക്കും, എൻ്റെ വീട്ടിലെ പശുവിന് 300 കിലോ ഉണ്ട്, അതിന്റെ 45 മുതൽ 50%, അതായത് 150 കിലോളം ഇറച്ചി ഇതിന് കിട്ടും. അതിന് ഇത്ര രൂപ എനിക്ക് തരണം എന്നൊക്കെ പറയാൻ പറ്റില്ലെങ്കിൽ തീറ്റെടുത്ത് കഴിഞ്ഞാൽ കാര്യത്തിൻ്റെ ഘടകങ്ങളുടെ പേര്. അപ്പൊ പാല് പോലെ തന്നെ നമ്മൾ അതിന്റെ ഘടകങ്ങളുടെ പേര് പറയണം. ഒന്ന് പറയാം പേര്. ചോളം. ചോളം ഉണ്ട്. ഇല്ല, ഞാൻ പറയണത് കാർബോഹൈഡ്രേറ്റ്, അന്നജം, അങ്ങനെ പറയുന്നത്. അന്നജം, പിന്നെ മാംസ്യം, പ്രോട്ടീൻ, പിന്നെ കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിൻ. അത് തീറ്റയിലൂടെ കിട്ടും. പാല് സമ്പൂർണ്ണ ആഹാരം എന്ന് പറഞ്ഞ പോലെ തന്നെ തീറ്റ സമ്പൂർണ്ണ ആഹാരം ഇരിക്കണം.
നമ്മൾ കഞ്ഞി മാത്രം കൊടുത്തൊരു പശുവിനെ വളർത്തുമ്പോൾ അതിൽ പ്രോട്ടീൻ്റെ അളവ് കുറവാണ്. കഞ്ഞിയിൽ എന്താണുള്ളത്? അന്നജമാണുള്ളത്. അന്നജം, ഊർജം തന്നെയാണ് കഞ്ഞി. അതുകൊണ്ടാണ് പ്രസവത്തിന്റെ ആദ്യ നാളുകളിൽ നല്ല പാലുൽപാദനമുള്ള പശുവിന് 1/2 കിലോയെങ്കിലും കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ പാലിൻ്റെ അളവ് ഉറപ്പാണ്. പാലിൻ്റെ അളവ് കൊണ്ടോ 1/2 കിലോ കഞ്ഞി കൊടുത്തു. അല്പം ക്ഷീണമുള്ള പശുവിനാണെങ്കിൽ 1/2 കിലോ കഞ്ഞി കൊടുത്ത് പാല്. അഥവാ ഇനി കഞ്ഞി വെച്ച് കൊടുക്കാനൊക്കെ പ്രയാസമാണെങ്കിൽ 1/2 കിലോ ചോളത്തിന്റെ പൊടി കൊടുക്കും, അല്ലെങ്കിൽ ഗോതമ്പിന്റെ പൊടി. ഇതൊക്കെ ശീലിപ്പിക്കണം. പശുവിനെ നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ടൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്ന് നമ്മുടെ കാലാവസ്ഥയ്ക്ക്, ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു പോകണം, ഞാൻ മറന്നു പോയാലാണ്. ഒന്ന് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പശുക്കളെ നമ്മൾ മേടിക്കണം. എവിടെ നിന്നാണ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമ്മുടെ വൈപ്പിൻകര എന്ന തീരപ്രദേശം, അതുകൊണ്ട് ഈർപ്പം ഭയങ്കര കൂടുതലാണ്. നമുക്ക് ചൂട് ശക്തമായിട്ട് അനുഭവപ്പെടും. അപ്പോൾ ഭയങ്കര കറുപ്പുള്ള പശുവിനെയൊക്കെ നമ്മൾ കൂടെ കൊണ്ടുവന്നാലും നമ്മുടെ പശുക്കൾ അണക്കും വായിൽ വെള്ളം. അത് കൂടാണ്ട് നമ്മൾ ഭക്ഷണത്തിൽ മാറ്റം വരുത്തി അവർ കൊടുക്കുന്ന ഭക്ഷണം ഒരിക്കലും നമ്മൾ. അപ്പം നിങ്ങൾ മേടിച്ചു വരുമ്പോൾ ആ വണ്ടിയിൽ തന്നെ ഒരു ചാക്ക് എന്ത് തീറ്റയാണോ അവർ കൊടുക്കണത് അത് കൂടി മേടിച്ചു വരും. എന്നിട്ട് പതുക്കെ നമ്മുടെ തീറ്റയിലേക്ക് മാറ്റും. അവസാനം കൊണ്ട് എത്ര നാൾ വരെ എന്താണ് ടീച്ചർ പരിവർത്തനഘട്ടം? അതിന് വല്ല പ്രാധാന്യമുണ്ടോ? പശുവിന്റെ പ്രസവത്തിലും പാലുൽപാദനത്തിലും പരിവർത്തനഘട്ടത്തിന് പ്രാധാന്യമുണ്ടോ? പരിവർത്തനഘട്ടം ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ആരെങ്കിലും 8.5 മാസം ചെനുള്ള പശുക്കളുള്ള വീട്ടുകാർ ഇന്ന് തന്നെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം എന്ന് പറഞ്ഞാൽ മാറുന്ന ഘട്ടം, മാറുന്നത്. അതായത് ഇന്നലെ വരെ ചെനയൊക്കെ നിറഞ്ഞിട്ടുള്ള പശു പാലുൽപാദനത്തിന്റെ ഏറ്റവും പരമാവധിയിലേക്ക് പോകുന്ന സമയവും പരിവർത്തനം. ആ ഘട്ടത്തിൽ പറയണത് പ്രസവിക്കുന്നതിന് 3 ആഴ്ച മുമ്പ്, അതായത് 8.5 മാസം, പ്രസവത്തിന് ശേഷമുള്ള 3 ആഴ്ച, അങ്ങനെ മൊത്തം 6 ആഴ്ച പറയുന്ന പേരാണ് പരിവർത്തനം. ഒന്നുകൂടി പറയാം, പ്രസവത്തിന് തൊട്ട് മുമ്പുള്ള 3 ആഴ്ച, പ്രസവത്തിന് ശേഷമുള്ള പിന്നത്തെ 3 ആഴ്ചത്തെ പശുവിൻ്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടവും ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്ന ഘട്ടവും. ഈ ഘട്ടത്തിൽ ഒരു കർഷകൻ യഥാർത്ഥ രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ നമ്മൾക്ക് പശു വളർത്തലും ഒരു ലാഭവും ഉദ്ദേശിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ തുടങ്ങണം. എപ്പോ? 8.5 മാസമാകുമ്പോൾ മറക്കരുത്. എന്ത് തീറ്റയാണോ പ്രസവിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ തീറ്റ 8.5 മാസം മുതൽ നിങ്ങൾ തീറ്റയിൽ ഉൾപ്പെടുത്തുക. പതുക്കെ എല്ലാ ദിവസവും തീറ്റകളോ കൂട്ടിക്കൊണ്ടിരിക്കുക. കൂട്ടി പ്രസവിക്കുമ്പോൾ പശു ഫുൾ തീറ്റയിലായിരിക്കണം. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പ്രസവിച്ചു കഴിഞ്ഞാലാണ് തീറ്റ കൂട്ടാൻ നോക്കണം. എന്നിട്ട് പ്രസവിച്ചില്ല പകുതി തീറ്റ കൊടുത്താൽ മതി. അന്ന് പിന്നീട് ഓരോ 4 ദിവസം 1/2 കിലോ വെച്ച് തീറ്റ കൂട്ടിക്കൂടി 4 ദിവസം ഇടവിട്ട്. പല ആൾക്കാരും വയറ് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കാലിത്തീറ്റ കൊടുക്കാതില്ല. പശുവിന് ഏറ്റവും കൂടുതൽ പോഷണം വേണ്ട സമയം ആദ്യത്തെ ആഴ്ചകളാണ്. കാരണം കുഞ്ഞിന് പാലുൽപാദിപ്പിക്കണം, നമുക്ക് വേണ്ടി പാലുൽപാദിപ്പിക്കണം. ഇതെല്ലാം ശരീരത്തിൽ നിന്നാണ് ആഗിരണം ചെയ്യണത്. സ്വാഭാവികമായിട്ട് നമ്മളെ പശു ഇരിപ്പിക്കാന്ന് പറഞ്ഞു എല്ലുകൾ പുറത്ത് കാണും. ശരിക്കും പ്രസവിച്ച പശുവിന് അന്ന് ഏറ്റവും അവസാനത്തെ ഒരു എല്ല് മാത്രമേ കാണാൻ പാടുള്ളൂ. നിങ്ങൾ നോക്കണം, വീട്ടിൽ ചെന്നിട്ട് നോക്കണം, ചെനുള്ള പശുവിന് എത്ര എല്ല് പുറത്ത് കാണും. ഇങ്ങനെ വാരിയല് പ്രസവിച്ചെന്ന് പശുവിന് അവസാനത്തെ വാരിയല് മാത്രം കാണാൻ പാടുള്ളൂ.